6:10 ഇവിടെ വന്നു, ഇവിടെ സമയം വെച്ചു, ആൾ ഫുള്ളായിട്ട് കയറി. പക്ഷേ ഇവിടിനെ പോകാൻ അനുവദിക്കുന്നില്ല. അവിടിന് ഡിപ്പാർച്ചർ സമയം വെച്ച് തന്നാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ, അല്ല നമ്മളെ സ്വന്തം ഇഷ്ടത്തിന് പോകാൻ പറ്റില്ല. അതുപോലെ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ പോവാം. അവിടെ അതിനൊന്നും ആരും തയ്യാറാവുന്നില്ല. തടയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡെടുത്ത് മാറ്റുക, അവരൊരു ഗുണ്ടായിസം പോലെ ബോർഡെടുത്ത് മാറ്റുക, സർവീസ് പോകാൻ പറ്റില്ല എന്ന് പണിമുടക്കാണെന്ന് അറിഞ്ഞുകൂടെ, ആയിരത്തി ചോദിച്ചാണ് വന്നത് എന്നൊക്കെയുള്ള ഒരു വിഷയമാണ്. നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രി പറഞ്ഞല്ലോ സർവീസ് എല്ലാം പോകുമെന്ന്, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല, സർവീസ് എല്ലാം KSRTC ഓപ്പറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വാക്കിൻ്റെ വിശ്വാസത്തിലാണ് ഞങ്ങൾ ജീവനക്കാരെല്ലാം വന്നത്. ഇവിടെ അറിയാൻ സാധിച്ചത് 12 മണിക്ക് സമരാനുകൂലിയിൽ പോയി കടയെല്ലാം അടപ്പിച്ചു, ടോയ്ലറ്റും അടപ്പിച്ചു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിന് പ്രകാരം ഞങ്ങൾ സ്റ്റാഫിൻ്റെ ടോയ്ലറ്റ് ഞങ്ങൾ ഉപയോഗിച്ചു. ഇവിടെ വന്ന യാത്രക്കാർ നന്നായിട്ട് ബുദ്ധിമുട്ടി, ഒരുപാട് പേര് ബുദ്ധിമുട്ടി. ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു. രാവിലെ ചാനലുകാരില്ലായിരുന്നു ഇവിടെ. രാവിലെ ഏകദേശം 5-6 മണി കഴിഞ്ഞിട്ടാണ് ചാനൽ 6 ഇവിടെ എത്തിയത്. അതിനു മുമ്പ് ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ നല്ല യാത്രക്കാരുമായിട്ട് നല്ല വാഗ്വാദം ഉണ്ടായി, നല്ല സംസാരം ഉണ്ടായി, അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം നെയ്യാറ്റിൻകരയെന്ന് മനസ്സിലാക്കുന്നതനുസരിച്ച് 42 സർവീസ് വരെ നടത്തിയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ ഓഫീസർ ഞങ്ങൾ അറിയിച്ചതനുസരിച്ച് ഞങ്ങൾ സർവീസ് വന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് SM-ൻ്റെ നിർദ്ദേശം അനുസരിച്ച് നമുക്ക് തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ. അത് കായംകുളത്തേക്കാണ് പോകേണ്ടതാണ്. അവിടെ അല്ലെങ്കിൽ തിരിച്ച് നെയ്യാറ്റിൻകര പോകണമെങ്കിൽ നമുക്ക് വേബിൽ ഇവിടെ വാങ്ങി വെച്ചിരിക്കുക, അത് തിരിച്ച് കിട്ടണം. തിരിച്ച് കിട്ടി നമുക്ക് അവരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ.